കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് തുറന്നു പറഞ്ഞാൽ തെണ്ടി നടക്കേണ്ട ഗതി വരില്ല. സ്മാർത്ഥം പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറയില്ലേ? പറയില്ലേ? പറയിപ്പിക്കും ഞാൻ. ഇത് പെരുമ്പടപ്പിന്റെ ധർമ്മശാസ്ത്രത്തിൽ പെടില്ല. കയ്യാമം വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിക്കുന്ന കാണോ? ഇതൊക്കെ കഷ്ടാണേ കുഞ്ഞുണ്ണി. ക്രിയക്ക് കൂടിയില്ലെങ്കിൽ വേണ്ട, എന്നാലും മരിച്ചപ്പോ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. എല്ലാവരും പറഞ്ഞു അത് മോശമായി പോയിന്ന്. ഓ പറഞ്ഞോ? മരിച്ചു എന്ന് കേൾക്കുമ്പോ ഓടി വരാൻ ഉള്ളിലൊരു ദുഃഖം തോന്നണ്ടേ ചെറിയമ്മേ? ശിവ ശിവ, എന്താ കുഞ്ചുണ്ണി ഇങ്ങനെയൊക്കെ പറയണേ? സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാച്ചാ? മക്കൾ ഈ പരിസരത്തിൽ ചുറ്റി നടക്കുമ്പോൾ അച്ഛൻ അവരെ കണ്ടിരുന്നു. സംശയമാണ്. വേട്ട അന്തർജനങ്ങളുടെ പേരുകൾ തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നു. അതും സംശയമാണ്. ചെറിയമ്മയെ പേര് വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കിഴക്കിടത്തിനെ കണ്ടിരുന്നു. ജാതകത്തിൽ മരണം കണ്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ദുഃഖം. മുജ്ജന്മഫലം എന്നൊരാശ്വാസം കൊണ്ട് കൂട്ടത്തിൽ. എഴുത്തും വായന അറിയുന്ന ആളല്ലേ? ഇതൊക്കെ നോക്കാം. സഭയിലേക്ക് ആളെ കൂട്ടാനല്ല ഇതൊക്കെ പുറത്തെടുത്തത്. സമയം നീക്കാനാവും ഇനി പ്രയാസം. വേറെയും പുസ്തകങ്ങൾ വരും. നാണിക്കുട്ടിയോട് പറയാം, വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ. ഇഷ്ടാണ്. ഞങ്ങൾ വിദ്യാലയത്തിന്റെ പിരിവിന് വടക്കോട്ട് പോയപ്പോ കണ്ണൂർ ജയിലിൽ ഒന്ന് കയറി, വെറുതെ കാണാൻ. വായിക്കാനൊന്നും കിട്ടാത്തതായിരുന്നു അവിടെ പലരുടെ ആവലാതി.
പ്രത്യേകിച്ച് ജീവപര്യന്തക്കാരുടെ. ഇതൊരു പഴയ നോട്ടീസാണ്. 10 കൊല്ലം മുമ്പ് ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. ഇന്നും സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വായിച്ചാൽ മനസ്സിലാവും. നോക്കൂ. നിർത്തണ്ട, പണി നടക്കട്ടെ. ഹേയ്, പഠിക്കാൻ നോക്കാണ്. ട്രെയിനിങ് സ്കൂൾ തുറക്കണ വരെ നേരം പോണ്ടേ? നേരം പോകാൻ വിഷമിക്കുന്ന ഒരാൾ ഇല്ലത്തുകൊണ്ട് ഇങ്ങനെ വല്ലതും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടിയത്തന്മാരല്ലേ, പാവം. അതിന്റെ കാര്യം കഷ്ടാണ്. അങ്ങനെ പലരും ഉണ്ട് പലയിടത്തും. ഇത്ര ചെറുപ്പത്തില് ഭർത്താവ് മരിക്കാച്ചാൽ വയസ്സിൽ എന്നെക്കാളും താഴെയാണ്. വയസ്സായാൽ മരിക്കും. ഒരു ചെറുപ്പക്കാരിയെ ഇശ്യാമത്തെ വേളി കഴിച്ചുകൊണ്ട് ഒരു 50 കൊല്ലം നീട്ടി കിട്ടുമോ ആയുസ്? എന്നാലും ഭർത്തൃസുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഭർത്തൃസുഖം അതൊരു നാടൻ ചൊല്ല് മാത്രമാണ്. അതും ഒരു സങ്കടല്ലേ? ഊഴം നോക്കി ചില പാതിരകളിൽ ഒരു കിഴവന്റെ കിടപ്പറയിൽ കേറിക്കൂടാൻ കഴിയുന്നതല്ലേ മഹാഭാഗ്യം. ശേഷിച്ച ജീവിതകാലം മുഴുവൻ ഒരു വടക്കിനി തളത്തിന്റെ ചുറ്റും. അതാണ് ഭയങ്കര ശിക്ഷ. അയ്യേ, ഒരു പുല്ലായി ഇട്ട് കൊടുക്കാണ്ടേ? ഇതൊക്കെ നിനക്ക് പറഞ്ഞായിരുന്നോ നാണിക്കുട്ടി? നടക്കുകയാണ്. ബ്രാഹ്മണോപചാരം തുടങ്ങുമ്പോ സ്ഥലം വിടാം. അപ്പനായിട്ട് വക്കാണായെന്ന് കേട്ടല്ലോ ഉണ്ണിയമ്പൂരി. ശേഖരം പറഞ്ഞതാവും അല്ലേ? കുറച്ച് പണം ചോദിച്ചു, അതാണ് കാര്യം. നടക്ക്. നടക്കണേ അങ്ങോട്ട്. ചെലവിനുള്ളതൊക്കെ ആഫീസിൽ നിന്ന് കിട്ടും. തട്ടിമുട്ടി കഴിയാം. എന്നാലും അങ്ങനെ കഷ്ടപിഷ്ടിയായിട്ട് എന്തിനാ അന്യദിക്കിൽ കിടന്ന് ബുദ്ധിമുട്ടണ? ഞാൻ തനിച്ചല്ലല്ലോ, കുറെ പേരുണ്ട്. മൂക്കുമുട്ട ഖാസി, പൂമോത്തിരിപ്പും മുറുക്കിത്തുപ്പുമായി കഴിയാൻ സൗകര്യമുള്ളവരാണ് എല്ലാവരും. ഒരു പ്രസ്ഥാനം വളരാൻ കുറച്ച് കഷ്ടപ്പെടാതെ പറ്റില്ല. മോരിക്കുട്ടിയെ വിറ്റ കാശുണ്ടാകത്ത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോൾ വേണ്ട. ഇടയ്ക്ക് വല്ല പുസ്തകം വാങ്ങാൻ, പിന്നെ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ, അതിനൊക്കെ തികയാതെ വരും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇല്ലെത്തി ചോദിച്ചത്. നടക്കട്ടെ. കോലോത്തെ അമ്മിണിത്തമ്പുരാൻ സംഘം മുകളിൽ വന്നതുകൊണ്ട് 10 പേരുടെ താഴത്ത് വേറെ സ്ഥലം കണ്ടുപിടിക്കണം കിടക്കാൻ. സ്ഥലം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ വിരിച്ചു തരാം. പൂമൂത്ത് കുഞ്ചുണ്ടിയമ്പൂരി ശേഖരന്റെ മരുവോളുടെ വീട്ടില് കിടപ്പിന്റെ വട്ടം തുടങ്ങിയെന്ന് ആളുകൾ നാളെ പറഞ്ഞാൽ? ഈശ്വര, ഞാനതല്ല. അങ്ങനെ ഒരു അർത്ഥമുള്ളത് ഞാൻ. ആരിഹ വരുന്നതിവൻ ആരും എതിരില്ലയോ, ആരിഹ വരുന്നതിവൻ. അയ്യോ, തൃശ്ശൂർ വന്ന് പോകുമ്പോഴൊന്നും എന്നെ അന്വേഷിക്കാൻ നേരെയില്ല ലടോ. ഉണ്ണിയമ്പൂരി സ്ഥലത്തുണ്ടോന്ന് എങ്ങനെ അറിയും? വിപ്ലവല്ലേ? ഒരു ഈസം കളിക്ക് വന്നാൽ എന്തായിരുന്നു നഷ്ടം? നിന്റെ സ്ത്രീവേഷം കണ്ട് മോഹിക്കാനോ? ഇപ്പൊ ആദ്യവസാനക്കാരനാണ്, അതറിയില്ലേ? ആ, ഇവിടുത്തെ ഉത്സവ കളി അപ്പുണ്ണി ആശാൻ ഏറ്റു. ഓ, വേട്ടേക്കറിന് 12,000 തേങ്ങയേറിയൽ, സദ്യ, കഥകളി. അപ്പൻ മുടിക്കാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് പുറപ്പാട്. ഉണ്ണിയമ്പൂരി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ കളിക്കാൻ ആദ്യമായിട്ടൊരു അരങ്ങ് കിട്ടുകയാണ്. ഞാനിതോടെ ആശാന്റെ സംഘത്തിൽ നിന്ന് വിടുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കും. അമ്മാമയും വാരരും പറഞ്ഞപ്പോ 4 കുട്ടികളെ വെച്ചൊരു കളരി തുടങ്ങാനും കഷ്ടി സമ്മതിച്ചിരിക്കണം അപ്പൻ തമ്പുരാൻ. അതൊരു രക്ഷ. മാധവ, കുളത്തിലേക്ക് അകത്തുള്ളവർക്ക് പോണം. വഴിന്ന് മാറിക്കോളൂ.